മാറി സെന്റ് തോമസ് മാർത്തോമ ചർച്ച് യുവജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ലണ്ട് ഡിവോഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോമ്പുകാലം വായനയുടെയും ധ്യാനത്തിന്റെയും പഠനത്തിന്റെയും പ്രത്യേക ദിനങ്ങളാണ്. ദൈവസ്വരം കേൾക്കുവാനും സമൂഹത്തിന്റെ ആവശ്യങ്ങളെ തിരിച്ചറിയാനുള്ള സമയമാണ് നോമ്പ്. നാം യേശുവിനെ കുറിച്ച് ചിന്തിക്കുന്നു, യേശുവിനോടൊപ്പം യാത്ര ചെയ്യുന്നു. അല്പസമയത്തെ ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന വേദവാക്യം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. ഈ ഭാഗത്ത് നാം ചിന്തിക്കുന്നത് യേശുവിന്റെ അധികാരത്തെയും അശുദ്ധാത്മാവുള്ള മനുഷ്യനെ നൽകുന്ന വിടുതലിനെയുമാണ്. ഒന്നാമതായി, യേശുവിന്റെ അധികാരം. വചനം ജഡോദ്ധാരം ചെയ്ത് നമ്മുടെ ഇടയിൽ പാർത്തവനാണ് യേശു. ജീവിക്കുന്ന വചനമാണ് യേശു. ഉപദേശത്തെങ്കിൽ ദേവാലയത്തിലുള്ളവർ എല്ലാം വിസ്മയിച്ചു. യേശു സ്വയമായി ഉപദേശിക്കുകയാണ്, മിണ്ടരുത്, അവനെ വിട്ടുപോകൂ. മകനെ, നിന്റെ പാപങ്ങൾ മോഹിച്ചു തന്നിരിക്കുന്നു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകാം. യേശുവിന്റെ വചനം മനുഷ്യരെ പ്രീതിപ്പെടുത്തുന്നവയോ മനുഷ്യന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചോ അല്ലായിരുന്നു. യേശുവിന് വചനം സത്യവും ശക്തിയുള്ളതുമായിരുന്നു. നോമ്പുകാലം യേശു ആരെന്ന് തിരിച്ചറിയുവാൻ വചന കേൾവിയിലൂടെ നമുക്ക് കഴിയണം. യേശുവിന്റെ വചനങ്ങൾ ജീവിപ്പിക്കുന്നതാണ് എന്ന് നാം വിശ്വസിക്കണം. രണ്ടാമതായി, യേശുവിന്റെ അധികാരം അശുദ്ധാത്മാവിനെ പുറത്താക്കുന്നു. യേശു ദേവാലയത്തിൽ കണ്ടുമുട്ടുന്ന മനുഷ്യൻ അശുദ്ധാത്മാവ് ബാധിച്ചവനാണ്. അശുദ്ധാത്മാവ് വ്യക്തമായി മനസ്സിലാക്കുന്നു യേശു ആരെന്ന്. യേശുവിന്റെ സാന്നിധ്യവും ഉപദേശവും അശുദ്ധാത്മാവിനെ അസഹ്യപ്പെടുത്തുന്നു. യേശു തന്നെ നശിപ്പിക്കുമെന്ന് അശുദ്ധാത്മാവ് ഭയപ്പെടുന്നു. യേശുവിന്റെ അധികാരം മനുഷ്യന്റെയും ലോകത്തിന്റെയും പ്രപഞ്ചത്തിന്റെയും സാത്താന്റെ ശക്തിക്കും മുകളിലാണ്. അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യൻ ഇന്നും നാം കാണുന്ന അനേകം വ്യക്തി ജീവിതങ്ങളുടെ പ്രതിനിധിയാണ്. ജീവിത തകർച്ചയെ നേരിട്ട് എല്ലാവരെയും സ്വയത്തിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ദൈവത്തിൽ നിന്നും അന്യപ്പെട്ടുപോയ മനുഷ്യരുടെ പ്രതിനിധിയാണ്. ഇന്ന് ആരാധനയെ സംബന്ധിക്കുന്ന അനേകരും കുറ്റബോധത്തിന്റെയും സങ്കടത്തിന്റെയും കോപത്തിന്റെയും ഭയത്തിന്റെയും മാറ്റം എല്ലാവരും ഉള്ളിൽ ആഗ്രഹിക്കുന്നു. എന്നാൽ മാറ്റത്തിനുള്ള ശബ്ദം അനേകരിൽ നിന്ന് പുറത്തു വരുന്നില്ല. അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യൻ യേശുവിനെ തിരിച്ചറിഞ്ഞ് അവൻ നിലവിളിച്ചു. യേശു അവന്റെ ശബ്ദം കേട്ടു, അവനെ സൗഖ്യമാക്കി വിടുതലായി. ആരാധനയെ സംബന്ധിക്കുന്ന നാം ഏവരും യേശുവിൽ നിന്നും ഒരു വിടുതൽ ആഗ്രഹിക്കുന്നവരായി തീരണം. സൗഖ്യത്തിനുള്ള ശബ്ദം നമ്മളിൽ നിന്ന് പുറപ്പെടണം. സർവശക്തനായ സ്ഥലത്തിന്റെ മേൽ അധികാരമുള്ള യേശുവിൽ നാം വിശ്വാസമർപ്പിച്ച് അപേക്ഷിക്കണം. അപ്പോൾ വിടുതൽ സംഭവിക്കും. സൂര്യനിൽ നിന്നും ചൂട് ലഭിക്കുന്നത് പോലെ യേശുവിൽ നിന്നും സമഗ്ര സൗഖ്യം ലഭിക്കുന്നു. എന്തുകൊണ്ട്? യേശു നമ്മെ സൗഖ്യപ്പെടുത്തുന്നു. അവൻ നമ്മോട് മനസ്സറിവ് തോന്നുന്നതുകൊണ്ടാണ്. സൗഖ്യം യേശുവിന്റെ ശുശ്രൂഷയുടെ ഭാഗമാണ്. ആത്മലോകത്തിൽ സാത്താന്റെ മേൽ യേശു വിജയം വരിച്ചവനാണ്. തിന്മയുടെ ശക്തികളുടെ മേൽ അവൻ ജയം പ്രാപിച്ചവനാണ്. ഒരു വ്യക്തി ശാരീരിക സൗഖ്യം നേടുമ്പോൾ അവൻ ദൈവിക ക്ഷമ കൂടി പ്രാപിക്കുകയാണ്. മാത്രമല്ല, അത് ആത്മാവിന്റെയും മനസ്സിന്റെയും ശരീരത്തിന്റെയും സൗഖ്യമാണ്. പീഡിപ്പിക്കുന്നവർക്കും സങ്കടപ്പെടുന്നവർക്കും ആശ്വാസം ലഭിക്കുന്നത് അവന്റെ മനസ്സലിവ് മൂലമാണ്. നോമ്പ് ദിനങ്ങൾ ഓരോ വ്യക്തികളുടെയും ശാരീരിക, മാനസിക, ആത്മീയ സൗഖ്യത്തിന്റെ ദിനങ്ങളായി തീരുവാൻ യേശുവിന്റെ അധികാരത്തിന്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. ഈ വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.